जिंदाबाद प्रतिषेध रैली जिंदाबाद प्रतिषेध रैली जिंदाबाद जिंदाबाद सूचനയാണ് സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ സമരത്തിന്റെ രൂപം മാറും ഭാവം മാറും അറിയുന്നതാരെന്നറിയാമോ മക്കളിതാ जिंदाबाद 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 रैली जिंदाबाद रैली जिंदाबाद रैली जिंदाबाद കേരള സ്ക്രാപ്പ് മർച്ചന്റ് അസോസിയേഷൻ 8/10/2025 നടത്തുന്ന നിയമസഭാ മാർച്ചിന് മുന്നോടിയായി എല്ലാ ജില്ലകളിലും നടന്നുവരുന്ന കളക്ടറേറ്റ് മാർച്ചും അവകാശ പത്രികാ സമർപ്പണവും KSMA ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊല്ലം ജില്ലാ കളക്ടറേറ്റിൽ നടന്നു. കേരള സ്ക്രാപ്പ് മർച്ചന്റ് അസോസിയേഷൻ കൊല്ലത്ത് പ്രതിഷേധ സംഗമം നടത്തി. കൊല്ലം കളക്ടറേറ്റിന് സമീപം നടന്ന പ്രതിഷേധ സംഗമം രക്ഷാധികാരി ഫഹറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കളക്ടർക്ക് പ്രതിഷേധത്തിൻ്റെ നോട്ടീസ്, അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ ഇതെല്ലാം കൊടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കി പരിപാടി തിരുവനന്തപുരത്ത് വെച്ചാണ്. അതിന് എല്ലാവരും പങ്കെടുക്കണം. അതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ, വർഷങ്ങളായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ ഒരു സ്ഥാനവും ഇല്ലാത്ത ആളുകൾ തട്ടിയെടുത്തുകൊണ്ട് പോകുന്ന ഒരു സംവിധാനത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പണ്ട് ഈ കച്ചവടം ചെയ്യുന്ന സമയത്ത് ആരും ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു പോലും നോക്കില്ല. ഇന്ന് ഇതിനകത്ത് സാമ്പത്തികമുണ്ട് എന്ന് ഇവിടുത്തെ ക്ലീൻ കേരള തുടങ്ങിയ ബഹുകുത്തക കമ്പനികൾ മനസ്സിലാക്കിക്കൊണ്ട് ഹരിതകർമ്മസേന എന്നും പറഞ്ഞ് നമ്മളെ വീട്ടുകളിൽ വന്ന് സാധനങ്ങൾ വാങ്ങുകയും അവർക്ക് പൈസ കൊടുക്കുകയും ചെയ്യുന്നവരെ കൊണ്ട് നമ്മളുടെ ലീഡേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നവരിൽ നിന്ന് തട്ടിയെടുത്ത് അവരെ കൊണ്ട് ഈ സാധനങ്ങൾ എടുത്തുകൊണ്ട് സർക്കാരിന് ലാഭം ഉണ്ടാക്കുന്ന ഒരു മേഖലയിലേക്കാണ് ഇപ്പോൾ ഈ സംവിധാനം മാറിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെ പ്രതിഷേധിക്കുക എന്നുള്ളത് നമ്മളുടെ അവകാശമാണ്, നമ്മളുടെ ആവശ്യമാണ്. അതിനുവേണ്ടി നമ്മൾ പ്രതിഷേധിക്കുന്നതിന് വേണ്ടി ഈ ജാഥ ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. അഷ്കർ തെക്കേവിടൻ അധ്യക്ഷനായ പ്രതിഷേധ യോഗം ജില്ലാ സെക്രട്ടറി ഹാരിസ് കൊല്ലം സ്വാഗതവും ഇക്ബാൽ കൊട്ടാരക്കര വിഷയാവതരണവും നടത്തി. ജില്ലാ പ്രസിഡന്റ് അഭിലാഷ് കൊട്ടാരക്കര ആശംസകൾ നേർന്ന് സംസാരിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അൻഷാദ് തുടങ്ങി കേരള സ്ക്രാപ്പ് മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ പങ്കെടുത്തു. താഹ അഞ്ചൽ നന്ദിയും രേഖപ്പെടുത്തി. നല്ല ദിവസം നേർന്നുകൊണ്ട് തുടങ്ങട്ടെ. ഇന്ന് നമുക്ക് പ്രതിഷേധത്തിൻ്റെ ദിനമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഗതം പറയാനാണ് എൻ്റെ കർത്തവ്യമെങ്കിലും നമുക്ക് ഈ സമര സംവിധാനത്തെക്കുറിച്ച് അല്പം വിശദീകരിക്കേണ്ടത്. ഇന്ന് നാം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് സർക്കാർ കച്ചവടത്തിനിറങ്ങുക. സാധാരണയായിട്ട് കച്ചവടം ചെയ്യാനായിട്ട് സർക്കാർ നമുക്ക് സൗകര്യങ്ങൾ ഒരുക്കി തരികയാണ് വേണ്ടത്. കാരണം 3.5 കോടി ജനങ്ങളുള്ള ഈ രാജ്യത്ത് വെറും 20 ലക്ഷം പേർക്ക് മാത്രം നേരിട്ടും പരോക്ഷമായും തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന സർക്കാർ സംവിധാനങ്ങൾ ബാക്കി 3.30 കോടി ജനങ്ങളെ അവരെങ്ങനെ ജീവിക്കുന്നു എന്ന് തിരിച്ചറിയാൻ പോലും അവർക്ക് താല്പര്യമില്ല. കാരണം ആരെങ്കിലും ഓരോ വ്യക്തിയുടെയും അവകാശമാണ് അവൻ്റെ ജീവനും സ്വത്തിനുമുള്ള സംരക്ഷണം. 2 തൊഴിൽ, 3 വിദ്യാഭ്യാസം, പാർപ്പിടം, ആരോഗ്യം. ഈ 5 കാര്യങ്ങളിൽ പ്രതിജ്ഞാബദ്ധരായിരിക്കേണ്ട സർക്കാർ ഇന്ന് തൊഴിൽ നൽകാൻ പറ്റില്ല എന്നുള്ളത് നമുക്കറിയാം. 3.30 കോടി ജനങ്ങൾക്ക് തൊഴിൽ നൽകാൻ ഒരു സർക്കാരിന് കഴിയില്ല. അപ്പോൾ അവരവർ തിരഞ്ഞെടുക്കുന്ന തൊഴിലിനെ സർക്കാർ തട്ടിയെടുക്കുന്ന ഒരു സാഹചര്യത്തിലോട്ട് നമ്മൾ പോവുകയാണ്. നമ്മൾ പരമ്പരാഗതമായി കുഞ്ഞുകുട്ടി പരാധീനത്തോടെ നടത്തി വരുന്ന ഈ സ്ക്രാപ്പ് മേഖല ഇന്ന് വിദേശ കുത്തകൾക്ക് കാഴ്ചവെക്കാനായിട്ട് ഹരിതകർമ്മ സേന എന്ന് പറഞ്ഞ് വേസ്റ്റ് കളക്ട് ചെയ്യാനായിട്ട് ഉണ്ടാക്കിയ സേനയെ കൊണ്ട് ഇന്ന് നമ്മളുടെ കടയിൽ വരുന്ന ആക്രി സാധനങ്ങളെല്ലാം എടുത്ത് ഒരു പ്രൈവറ്റ് ഏജൻസി ഏൽപ്പിക്കാനുള്ള ഒരു സംവിധാനത്തിലോട്ട് പോവുകയാണ്. ആയതിൻ്റെ പ്രതിഷേധ സൂചകമായിട്ടാണ് നമ്മളിന്ന് 13 ജില്ലകളിലും പ്രതിഷേധ പ്രകടനവും അവകാശ പത്രിക സമർപ്പണവും കളക്ടറേറ്റ് നടത്തുന്നു. 8-ാം തീയതി നമ്മൾ സെക്രട്ടേറിയറ്റിൽ നിയമസഭാ മാർച്ചോടുകൂടി അത് മുഖ്യമന്ത്രിക്കും അതിന് അനുബന്ധമായിട്ടുള്ള ഉദ്യോഗസ്ഥർക്കും നൽകാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതിന് മുന്നോടിയായി കൊല്ലത്ത് നടക്കുന്ന ഈ പ്രതിഷേധ പ്രകടനം സർക്കാർ സംവിധാനങ്ങൾ 177 പൊതുമേഖലാ സ്ഥാപനങ്ങൾ നടത്തുന്നു. ഈ 177 പൊതുമേഖലാ സ്ഥാപനങ്ങളിലൂടെ അതിൻ്റെ മൊത്തം മുടക്കുമുതൽ എന്ന് പറയാൻ 19,000 കോടിയിൽ പുറത്താണ്. ഇന്ന് അതിൻ്റെ സംഗീത നഷ്ടം 3,392 കോടിയാണ്. അതായത് ഈ നഷ്ടം സഹിക്കേണ്ടതും
അല്പസ്വല്പം ലാഭം മാത്രം. സപ്ലൈകോ ഇപ്പോൾ ഒരു എണ്ണ മേടിച്ച് കഴിഞ്ഞാൽ 100 രൂപ ലാഭം വരും. പക്ഷേ ഈ 3312 കോടിയുടെ നഷ്ടവും ഇവിടുത്തെ ജനങ്ങളായ നമ്മളാണ് വഹിക്കേണ്ടത്. നമ്മൾ കൊടുക്കുന്ന ടാക്സിൽ നിന്നാണ് ആ പൈസയും എടുത്ത് ഈ നഷ്ടങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് KSRTCയുടെ കാര്യം എടുക്കാം. KSRTC ഒരു കാലത്ത് സ്വകാര്യ മേഖലയിൽ ബസ് ഓപ്പറേറ്റേഴ്സ് നടത്തിക്കൊണ്ടിരുന്ന ഈ റൂട്ടുകൾ സർക്കാർ ഒരു സമയത്ത് പിടിച്ചെടുക്കുകയായിരുന്നു ദേശസാൽക്കരണം എന്ന പേരിൽ. അന്ന് ആത്മഹത്യ ചെയ്ത ബസ് ഉടമകളുടെ കുടുംബങ്ങൾ ഇന്നും അനാഥമാണ്. കാരണം കടം കയറി ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുടുംബം ഇന്നും അനാഥത്വം അനുഭവിക്കുന്നു. അതുപോലെ തന്നെ സപ്ലൈകോ വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ കടക്കാരുടെ ഒരുപാട് കച്ചവടം നഷ്ടപ്പെട്ടു. അവരന്ന് പ്രതിഷേധിച്ചു, പക്ഷെ ഒന്നും തന്നെ നടന്നില്ല. അങ്ങനെ ഓരോരോ സംവിധാനങ്ങളും സർക്കാർ കച്ചവടക്കാരനാവുകയും ജനങ്ങൾ വെറും വിഡ്ഢികളാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ മേഖല വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് ഉച്ചസ്ഥലം പ്രഖ്യാപിച്ചുകൊണ്ട് അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി എല്ലാവിധ ശ്രമങ്ങളും നടത്തണമെന്ന് കൂടി ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ എല്ലാവിധ ആശംസകളും ഈ പരിപാടിക്ക് ചേർന്ന് കൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. ന്യൂസ് കേരളം 24.